ഗന്ധർവന്മാരും മുറുക്കാൻ ഉപയോഗിക്കുന്നവരായിരുന്നു. കഥകളിൽ അതും പറയുന്നുണ്ട്. ഒരിക്കൽ ചിത്രസേനൻ എന്ന ഗന്ധർവൻ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗാലവൻ എന്ന മുനി ഭൂമിയിൽ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗന്ധർവൻ ആകാശത്തുകൂടി പോയത് മുറുക്കിക്കൊണ്ടാണ്, അതായത് താമ്പൂല ചർവണം നടത്തിക്കൊണ്ടാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് തൊപ്പിയിടുന്നു. അത് നേരെ വന്ന് പതിക്കുന്നത് ഗാലവമുനിയുടെ പൂജാപാത്രത്തിലേക്കാണ്. ഗാലവൻ കോപിഷ്ഠനാകുന്നു. ഗാലവൻ ശ്രീകൃഷ്ണനോട് ഇതേക്കുറിച്ച് പറയുന്നു. ചിത്രസേനൻ എന്ന ഗന്ധർവനോട് ഇതിന് പകരം വീട്ടണം എന്നാണ് ഗാലവൻ ആവശ്യപ്പെടുന്നത്. അന്ന് സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ ചിത്രസേനൻ്റെ ശിരച്ഛേദം നടത്തിക്കൊള്ളാമെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പു പറയുന്നു. നാരദൻ പറഞ്ഞ് ഈ വിവരം ചിത്രസേനൻ അറിയുകയാണ്. വല്ലാതെ ഭയപ്പെടുന്നു. അർജുനൻ്റെ ഭാര്യയായ സുഭദ്രയെ അഭയം പ്രാപിക്കാനാണ് നാരദൻ ഉപദേശിക്കുന്നത്. അതിൻ പ്രകാരം ചിത്രസേനനും ഭാര്യമാരും കൂടി കരഞ്ഞുകൊണ്ട് സുഭദ്രയുടെ സമീപത്തേക്ക് വരുന്നു. ചിത്രസേനനെ നഷ്ടപ്പെടരുത് എന്ന് ഭാര്യമാർ സുഭദ്രയോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് അർജുനൻ സ്ഥലത്തില്ല. ചിത്രസേനൻ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് ചാടി മരിക്കുവാൻ തുടങ്ങുകയാണ്. ചിത്രസേനൻ്റെ ഭാര്യമാർ അവിടെ നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ വരുന്ന അർജുനൻ ഇത് തടയുന്നു. ഇതേ സമയത്ത് തന്നെ ശ്രീകൃഷ്ണനും ചിത്രസേനനെ വധിക്കുവാനായിട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ യുദ്ധമാകുന്നു. ആര് തമ്മിൽ? ഏറ്റവും പ്രിയപ്പെട്ടവരായ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ. അത്രയും സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നീണ്ടു നിൽക്കുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നു. സുഭദ്ര അതിനിടയിലേക്ക് വീണ് അവരെ തടയുകയാണ്. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ ചിത്രസേനനോട് പറയുന്നു ഗാലവൻ്റെ കാൽക്കൽ വീണ് മാപ്പിരക്കുവാനായിട്ട്. അങ്ങനെ ചിത്രസേനൻ ഗാലവ മുനിയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുകയും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും യുദ്ധം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. തങ്ങളെ ആശ്രയിച്ചു വരുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാനായിട്ട് പ്രതിജ്ഞാപാലകരായിട്ട് മാറുന്ന ശ്രീകൃഷ്ണനെയും അർജുനനെയുമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല.